ഓ, നിന്നെ നല്ല പോലെ മിസ് ചെയ്യുന്നുണ്ട് തേയ. ഏ, തേയാണല്ലോ വിളിക്കുന്നത്. ഇത്ര ലേറ്റായിട്ടും ഉറങ്ങിയില്ലേ? ഹലോ തേയ. ഹലോ ഇച്ചായ, ഉറങ്ങിയോ? ഇല്ലടി, നീ ഇല്ലാത്തോണ്ട് ഉറക്കം വന്നില്ല. എനിക്ക് തോന്നി, അതാ ഞാൻ വിളിച്ചത്. പിന്നെ വർക്ക് എന്തായി? എല്ലാം ഒരു പരിധി വരെ ഒതുക്കി തീർത്തു. ആ, പിന്നെ പറയ്, അവിടെ എന്താ വിശേഷം? ഇവിടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി പാർക്കിൽ പോയി. നല്ല രസായിരുന്നു. നാളെ ഫിലിം കാണണം, ഷോപ്പിങ്ങിന് പോണം എന്ന് തീരുമാനിച്ചിരിക്കുക. ആഹാ, ഫുൾ എൻജോയ്മെന്റ് ആണല്ലോ. പിന്നല്ലാതെ. ആ, പിന്നെ ഞാനിന്ന് കുറെ കാലം കൂടി എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കണ്ടു, മിഥുൻ. അത് ശരി, എന്നിട്ട്? അവനും ഞാനും കുട്ടിക്കാലത്ത് നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അവനില്ലാതെ ഞാൻ സ്കൂളിൽ പോവില്ലായിരുന്നു. അത്രയ്ക്കും വാശി പിടിച്ചിരുന്ന ഒരു കാലായിരുന്നു. ഓഹോ, പുള്ളിയുടെ വൈഫും കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? അയ്യോ, അതിനവൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓഹോ, അവിവാഹിതനാണല്ലേ? എന്താ മോനെ, ജലസ് അടിച്ചു? ഏയ്, ജലസോ? എന്തിന്? എങ്കിലേ വിഷമിക്കണ്ട. അവനങ്ങ് സ്വിറ്റ്സർലൻഡില് ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഈ വഴിക്ക് വരൂല. ആണല്ലേ? ശരി ശരി, എങ്കിലേ നീ കിടന്നോ. നിന്നോട് സംസാരിച്ചപ്പോ മനസ്സിനൊരാശ്വാസം. എനിക്കും. എങ്കിൽ ശരി ചായ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അയ്യ. ഓ, ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നേ. ഞാൻ നല്ലതുപോലെ എൻജോയ് ചെയ്തു. ഞാനും. താങ്ക് യു സോ മച്ച് തേയ. ഏയ്, താങ്ക്സ് ഒന്നും പറയണ്ട. ഇതൊക്കെ ഒരു സന്തോഷല്ലേ ജെറി. കൊറേ നേരായി കഴിക്കാന്ന് പറഞ്ഞ് നടക്കുമ്പോ ഇപ്പോ തന്നെ ജെറി ജെറി എന്താ തേയാ? ജെറിയെ കാണാനില്ല ചേച്ചി. ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ? ശരിയാണല്ലോ, ഇവിടെ വന്നിരിക്കുന്നത് വരെ ഉണ്ടായിരുന്നതാണല്ലോ. ചേച്ചി, ചേച്ചി എന്റെ മോൻ. നീ പേടിക്കാതെ തേയാ, നമുക്കിവിടെ നോക്കാം. അവൻ ഇവിടെ തന്നെ കാണും. എല്ലായിടത്തും ഓടി നടന്നു നോക്കിയിട്ടും ജെറിയെ കാണാൻ സാധിക്കാത്ത കരച്ചിലിന്റെ വക്കിൽ നിൽക്കുകയായിരുന്നു തേയ. അവൾ തളർന്ന് ഒരു ബെഞ്ചിലിരുന്നു. മമ്മി, ജെറി മോനെ. തേയ ജെറിയുടെ ശബ്ദം കേട്ട് ചാടി എഴുന്നേറ്റു. ജെറി തൻ്റെ നേരെ ഓടി വരുന്നത് കണ്ട തേയ അവൻ്റെ നേരെ ഓടി. എന്നാൽ അതിൻ്റെ ഇടയിൽ ക്ലീനിങ് മെഷീനുമായി വരുന്നത് അവൾ ശ്രദ്ധിച്ചില്ല. തേയ അതിൽ ചെന്നിടിച്ച് താഴെ വീണു. തേയ അവളുടെ കാല് പിടിച്ച് അവിടെ ഇരുന്നു പോയി. വേദന സഹിച്ച് അവൾ
ജെറിയുടെ അടുത്തേക്ക് പോകാൻ എഴുന്നേറ്റു. എന്നാൽ അവൾക്ക് ബാലൻസ് തെറ്റി വീണ്ടും വീഴാൻ പോയപ്പോൾ 2 കൈകൾ അവളെ താങ്ങി നിർത്തി. തേയ, നീ എന്തേ കാണിക്കുന്നേ? മിഥുൻ, എന്റെ മോൻ. തേയ കൈ ചൂണ്ടി നേരെ കാണിച്ചു. ജെറി അപ്പോഴേക്കും അവിടേക്ക് ഓടി വന്നു. തേയെ കെട്ടിപ്പിടിച്ചു. മമ്മിക്ക് എന്തേലും പറ്റിയോ? മോനെ, മമ്മിക്ക് ഒന്നും പറ്റിയില്ല. മോൻ എവിടെ പോയതാ? മമ്മി എന്തുമാത്രം അന്വേഷിച്ചു. തേയ, ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട, വാ ആ ബെഞ്ചിൽ വന്നിരിക്കി. മിഥുൻ തേയെ താങ്ങി ബെഞ്ചിൽ കൊണ്ടിരുത്തി. കൂടെ ജെറിയും ചെന്ന് ബെഞ്ചിലിരുന്നു. അപ്പോഴേക്കും ജീനിയും ജെയ്മിയും അവിടേക്ക് വന്നു. തേയ ജെറിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മമ്മിയെ വിട്ട് മോൻ എന്തിനാ പോയി? മമ്മി മോനെ കാണാതെ എന്ത് പേടിച്ചെന്നറിയാമോ? സോറി മമ്മി, ഞാൻ മമ്മി വാങ്ങിത്തന്ന ബോൾ എന്റെ കയ്യിൽ നിന്നും പോയപ്പോ അതെടുക്കാൻ പോയതാ. സോറി, ഞാൻ മമ്മിയോട് പറയാതെ പോയതിന്. അയ്യോ, ചേച്ചി കാലിൽ നിന്ന് ചോര വരുന്നുണ്ടല്ലോ. അപ്പൊ കാലിൽ ചെന്ന് ഇടിച്ചു മുറിഞ്ഞിട്ടുണ്ട്. കാലിടിച്ചെന്നോ? എങ്ങനെ? അത് പിന്നെ ഞാൻ ജെറിയെ കണ്ടപ്പോ അവന്റെ അടുത്തേക്ക് ഓടിയതാ. ഓപ്പോസിറ്റ് ക്ലീനിങ് മെഷീൻ വരുന്നത് കണ്ടില്ല. ജെയ്മി വേഗം തന്നെ തേയുടെ കാൽ നോക്കി. മുറിഞ്ഞ് കരിനീലച്ചലോ ചേച്ചി, നല്ല ഇടിയാ കിട്ടിയത്. ഇത് വേഗം ഡ്രസ് ചെയ്യണം. ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ വല്ലതും ഉണ്ടോ? നേരെ ഓപ്പോസിറ്റ് ഒരെണ്ണുണ്ട്, നമുക്ക് അവിടേക്ക് പോവാം. അല്ല, മിഥുൻ എന്താ ഇവിടെ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ വന്നതാ. സാരില്ല, ഞാൻ കൂടെ വരാം. തേക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് സാരില്ല, ഞങ്ങള് മാനേജ് ചെയ്തോളാം. കൊഴപ്പില്ലെന്നേ, നിങ്ങള് വായോ. കാറിൽ നിന്നും ജെയ്മിയും ജീനിയും ജെറിയും ഇറങ്ങി. മിഥുൻ ഇറങ്ങി തേയിരുന്ന ഇടത്തേക്ക് ചെന്നു. മിഥുൻ, കൊഴപ്പില്ല, ഞാൻ തന്നെ നടക്കാം. നോ വേ, ഞാനുള്ളപ്പോ നീ എന്തിനാ വിഷമിക്കുന്നേ? ഐ വിൽ ഹെൽപ്പ് യു, വാ. മിഥുൻ തേയെ എടുത്തു പൊക്കുന്നു. ചേച്ചി, എനിക്ക് തോന്നുന്നതാണോ അതോ ചേച്ചിയും കാണുന്നുണ്ടോ? ഈ കാറ് നമ്മുടെ വീട്ടിലല്ലേ? ശരിയാണല്ലോ, കണ്ടിട്ട് ജൂണിച്ചായന്റെ കാറാണെന്ന് തോന്നുന്നു. പപ്പയുടെ മോനെ, എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ് ഒക്കെ? മമ്മി ഇന്ന് മോളിൽ വെച്ച് വീണു പപ്പ. ദേ, മിഥുനങ്ങളും മമ്മി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇച്ചായ. ജിമിൻ ദേഷ്യത്തോടെ മിഥുന്റെ കയ്യിൽ നിന്നും തേയെ എടുക്കുന്നു. എന്റെ ഭാര്യ എടുക്കാൻ ഞാനുണ്ട്, അതിന് മറ്റാരുടെയും സഹായം വേണ്ട. ഹേ കൂൾ മിസ്റ്റർ ജിമിൻ, ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ. മിഥുൻ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ ജിമിൻ തേയെ എടുത്ത് ലിവിംഗ് റൂമിലേക്ക് നടന്നു. ഒരു സോഫയിലിരുത്തി. അയ്യോ, എന്തു പറ്റി മോളെ? എന്താ കാലിന്? പേടിക്കൊന്നുമില്ല ആന്റി, അവളുടെ കാലൊന്ന് ചെറുതായി തട്ടി നീര് വെച്ച് മുറിഞ്ഞു. ഉടനെ തന്നെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവര് ഡ്രസ് ചെയ്തു മരുന്നും തന്നു. പേടിക്കാനൊന്നുമില്ല. സംശയമുണ്ടേ ഇതേ ജെയ്മിയോട് ചോദിക്കി. അതെ ആന്റി, ചേച്ചിക്ക് പ്രശ്നമൊന്നുമില്ല. കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കണം, അത്രേ ഉള്ളൂ. വേഗം മാറും. നടക്കുമ്പോ സൂക്ഷിച്ച് നടക്കണ്ടേ? അതിന് അവളെ വഴക്ക് പറയണ്ട അങ്കിൾ. ജെറിയെ കാണാതെ വെപ്രാളം പിടിച്ച് ഓടിയതാ. ജെറിയെ കാണാതെയോ? അതെന്താ? ഒന്നുമില്ല ചായ, അവനെ കുറച്ച് ടൈം കാണാനില്ലായിരുന്നു. സത്യാണോ ജെറി? നീ എവിടെ പോയതാ മമ്മിയുടെ അടുത്ത് നിന്ന്? അത് പപ്പ, ഞാൻ ബോൾ എടുക്കാൻ
ഒരിടത്ത് പോയാ ബിഹേവ് ചെയ്യാൻ നിന്നെ പ്രത്യേകം പഠിപ്പിക്കണോ ജെറി? എത്ര വയസ്സായി നിനക്ക്? ഇപ്പൊ നീ കാരണം മമ്മിക്ക് വയ്യാതായില്ലേ? സോറി പപ്പ. ഞാൻ ഞാൻ ഹാ, എന്താ ഇത് ജിമ്മി? നീ അവനോട് ദേഷ്യപ്പെടാതെ. മോനെ വാ, പപ്പ വിഷമം കൊണ്ട് പറഞ്ഞതാ, മോൻ കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. അല്ല, നിങ്ങളെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട്? അത് പിന്നെ ഞങ്ങള് നോക്കിയപ്പോ ഏകദേശം അവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞു. അപ്പോ ഇങ്ങോട്ട് വരാമെന്ന് വെച്ചു. അല്ലടാ? അതെ അതെ. ആ മിഥുൻ, താങ്ക് യു സോ മച്ച്. മോൻ അവിടെ ഉണ്ടായതുകൊണ്ട് ഇവരിവിടെ എത്തിച്ചില്ലേ? നോ പ്രോബ്ലം അങ്കിൾ. തേക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ റെഡിയാ, എന്തും. പിന്നെ ഒഫീഷ്യലായി ഞാനിവരെ പരിചയപ്പെടുത്താം. ഇത് ജിമിൻ, തേയുടെ ഹസ്ബൻഡ്. ഇത് ജൂൺ, ജീനിയുടെ ഹസ്ബൻഡ്. പിന്നെ ജിമിൻ, ഇത് മിഥുൻ, തേയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. പണ്ട് അടയും ചക്കരയും പോലെ ആയിരുന്നു. അതെ അതെ, മിഥുമോൻ മിക്ക ദിവസങ്ങളിലും ഇവിടെ കാണും. തേക്ക് ഇവനില്ലാതെ പറ്റില്ലായിരുന്നു സ്കൂളിൽ പോകാനും വരാനും. മമ്മി പ്ലീസ്, ഇതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നേ? വെറുതെ. അവര് പറയട്ടെ തേയാ, നടന്ന കാര്യങ്ങൾ തന്നെയല്ലേ. എനിവേസ്, ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു മിസ്റ്റർ ജിമിൻ. വീണ്ടും കാണാം. ജിമിൻ താല്പര്യമില്ലാതെ കൈ കൊടുക്കുന്നു. ഇനി ശരി, ഞാൻ ഇറങ്ങുവാ. തേ ഡിയർ, റെസ്റ്റ് വെൽ. ഓക്കെ? ഓക്കേടാ, താങ്ക് യു ഫോർ ദ ഹെൽപ്പ്. ഓൾവേസ് വെൽക്കം. ബൈ എവ്രിവൺ. ആ മക്കളെ, നിങ്ങളെല്ലാവരും ക്ഷീണിച്ചു കാണും. പോയി റെസ്റ്റ് എടുക്ക്. ജെറിമോനെ, നീ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും കൂടെ വാ. ഞങ്ങള് മോനെ കഥ പറഞ്ഞു തരാം. അബ്രഹാമും സാറയും ജെറിയെ കൂട്ടി അവരുടെ മുറിയിലേക്ക് പോയി. നീ വാ ജീനി, നല്ല ക്ഷീണുണ്ടാവും. ആ ബാഗൊക്കെ ഇങ്ങതാ, കുറച്ചു നേരം കിടക്ക്. ജൂൺ ജീനിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി. എന്നാ ഞാനും പോവാ റൂമില്. നല്ല തലവേദന. ദാ ചേച്ചി മെഡിസിൻ. കറക്റ്റ് ടൈമിൽ കഴിച്ചേക്കണേ, അല്ലെങ്കിൽ പെയിൻ മാറില്ല. ശരി ജെമി, നീ പോയിക്കോ. ജെയ്മി അവിടെ നിന്നും പോയതിനു ശേഷം ജിമിൻ തേയെ എടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു. ജിമിൻ ഒന്നും പറയാതെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നു. ഇച്ചായ, എന്താ ഇത്? വന്നിട്ട് എന്നോട് ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ലല്ലോ. എന്താ പറ്റിയേ? എന്നോട് ദേഷ്യാണോ? അവനൊന്നും പറയാതെ തേയുടെ ഡ്രസ്സ് മാറ്റാൻ തുടങ്ങി. ഇച്ചായ, നിർത്ത്. എന്തേ ചെയ്യുന്നേ? ഞാൻ തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്തോളാം. ഇച്ചായ. ഞാനല്ലാതെ മറ്റൊരാളും നിന്നെ തൊടുന്നത് എനിക്കിഷ്ടല്ല. നീ എന്റെയാ, എന്റേത് മാത്രം. ആണല്ലോ, ഞാൻ ഇച്ചായന്റേത് മാത്രാണല്ലോ. പിന്നെന്താ? മിഥുൻ എന്നെ എടുത്തതാണ് ഇച്ചായന്റെ പ്രശ്നം. അവൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്തതല്ലേ. പിന്നെ വേണ്ടാത്തത് എന്തിനാ ഇച്ചായൻ ചിന്തിക്കുന്നേ? എന്തോ എനിക്കറിയില്ല. നിന്നെ അവൻ തൊടുന്നതും നോക്കുന്നതും നിന്നോട് സംസാരിക്കുന്നതും ഒന്നും എനിക്ക് ശരിയായി തോന്നുന്നില്ല. ഇത് ഇച്ചിരി ഓവറാണ് കേട്ടോ. പോസസീവ് ഒക്കെ ആവാം, പക്ഷേ ഇത് ശരിയല്ല. തേയ, ഓൾറെഡി നിന്നെ കാണാതെ മിസ് ചെയ്തിട്ടാ ഞാൻ ഇവിടേക്ക് വന്നത്. അതിന്റെ മുകളിലൂടെ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ നീ. ഇത് ദേഷ്യമൊന്നും അല്ല, ശരിക്കും ഇച്ചായന് ജലസ് അടിച്ചതാ. അതെ, എനിക്ക് ജലസ് തന്നെയാ. എനിക്ക് അതിനുള്ള എല്ലാ അവകാശവും ഉണ്ട്. നിന്നെ ഞാനല്ലാതെ മറ്റൊരാൾ തൊടുന്നതോ നോക്കുന്നതോ എന്തിന് ഒന്ന് സംസാരിക്കുന്നതോ പോലും എനിക്ക് ഇഷ്ടമല്ല. അത്രയ്ക്കും ഇഷ്ട നിന്നെ എനിക്ക്. നീ എന്ന് വെച്ച എനിക്ക് ഭ്രാന്ത. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല തേയ.
എനിക്ക് പറ്റില്ല. സോറി ചായ, ഞാൻ ഈ ചായനെ ഹേർട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചതല്ല. വേണ്ട, ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കിടക്കാം. നീ ഒരുപാട് ടയേർഡായില്ലേ? ശരി. ഏയ് ഇച്ചായ, എന്താ ഇത്? ആരെങ്കിലും കാണും. ശ്ശ്, മിണ്ടാതിരിക്ക് പെണ്ണെ. നിന്റെ ബഹളം കേട്ട് ആരെങ്കിലും ഓടി വരും. ഇച്ചായ, ഇത് ശരിയല്ല കേട്ടോ. പിടിപെട്ട സീനാണേ. ഒരു സീനും ഇല്ല. എല്ലാവരും ഉറങ്ങി. നീ ഇന്ന് പുറത്തായല്ലോ. ജീനിയുടെ കൂടെ ഇപ്പോ ജൂൺ ഉണ്ടല്ലോ. എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്ന എന്തെയ്യും? നിന്നന്വേഷിച്ച് ആരും വരാൻ പോകുന്നില്ല. ഗസ്റ്റ് റൂമിൽ വെളിയിൽ നിന്നും പൂട്ടി. ആര് വാതിൽ തട്ടിയാലും തുറക്കാൻ പറ്റില്ലല്ലോ. അതാണ് പ്രശ്നം. അപ്പൊ അവർക്ക് മനസ്സിലാവില്ലേ ഞാൻ അതിന്റെ അകത്ത് ഇല്ലെന്ന്. ദേ, വെറുതെ കാട് കയറി ചിന്തിക്കാതെ ചുമ്മാ. എത്ര നാൾക്ക് ശേഷം നിന്നെ എന്റെ കൈ ഇങ്ങനെ കിട്ടുന്നേ. എനിക്കുമില്ലേ ആഗ്രഹങ്ങൾ? ആണോ? എങ്കി എന്റെ പൊന്നുമോൻ ആഗ്രഹങ്ങളൊക്കെ മടക്കി മനസ്സിൽ വെച്ചോ. ഉടനെ ഒന്നും എന്നെ കിട്ടാൻ പോകുന്നില്ല. ഉറപ്പിക്കാവോ? ആ, 100%. ഇതിൽ നിന്നും ഇനി മാറ്റില്ല? ഇല്ല. എങ്കി എനിക്കും ചിലത് പറയാനുണ്ട്. കല്യാണം കഴിയുന്നത് വരെ ഞാൻ നിന്നെ കാണാനോ നീ എന്നെ കാണാനോ വരില്ല. ദൈവമേ, കളി കാര്യായോ? ഞാൻ തമാശക്ക് പറഞ്ഞതാ. ഈ കണ്ണമ്പൂച്ച സീരിയസ് ആയിട്ട് എടുത്തു. എന്താ അനങ്ങാതെ നിൽക്കുന്നേ? പോകുന്നില്ലേ? അല്ല, അങ്ങനെയല്ല. ഞാൻ പോവാ. ഇനി നമ്മള് തമ്മിൽ കല്യാണം കഴിക്കുന്നത് വരെ ഒന്നുമില്ല എന്നുള്ളത് ഈ ജയൻ കാര്യമായിട്ട് പറഞ്ഞതാണോ? അതെ, നീ തന്നെയല്ലേ പറഞ്ഞേ ആരെങ്കിലും കണ്ട പ്രശ്നാവുന്നു. അതുകൊണ്ട് ഞാനും ഇങ്ങനെ തീരുമാനിച്ചു. എങ്കിൽ ശരി, നീ വിട്ടോ. ഗുഡ് നൈറ്റ്. അയ്യോ, ഇച്ചായ പെണങ്ങല്ലേ. ഞാൻ വെറുതെ പറഞ്ഞതാ. ഇച്ചായനെ മിണ്ടാതെയും കാണാതെയും എങ്ങനെയാ ഞാൻ ജീവിക്കുന്നേ? അടിപൊളി. സംഗതി വർക്കൗട്ടായി. പക്ഷേ ഇപ്പൊ അയഞ്ഞു കൊടുക്കണ്ട. വേണ്ട, വെറുതെ റിസ്ക് എടുക്കണ്ട. നീ പോയി കിടന്നു. ഇല്ല, ഞാൻ പോവില്ല. നീ പോയിക്കോ. ആഹാ, അത്രക്കായോ? നിങ്ങൾ ഇനി എന്നോട് പോകാൻ പറയുന്നത് എനിക്കൊന്ന് കാണണം. നീ കളിക്കല്ലേ?
വെറുതെ എന്റെ കൺട്രോള് കളയരുത്. ഇല്ല, ഞാൻ നിർത്തില്ല. കൺട്രോള് പോവാണെങ്കിൽ അങ്ങ് പോട്ടെ. സീനാവുമെന്ന് എന്താ ഇപ്പൊ പേടിയില്ലേ? നിങ്ങളും പറഞ്ഞല്ലോ ഇങ്ങനെ കാണില്ല, തൊടില്ല എന്നൊക്കെ. എന്നിട്ടിപ്പോ ചെയ്യുന്നതെന്താ? പതുക്കെ. അത് ശരി, നീയല്ല വലിയ ചാടിയിടാൻ വന്നത്. ഇനി പറ, ആരെങ്കിലും കാണുമെന്ന് പേടിച്ച് പോവാനാണ് പരിപാടിയെങ്കിൽ പൊന്നു മോളെ, അറിയാലോ എന്നെ, നീ ഒരാഴ്ച ബെഡിൽ നിന്ന് എഴുന്നേൽക്കില്ല. എനിക്കറിയാം, ഞാനിനി അങ്ങനെയൊന്നും പറയില്ല. സോറി. എങ്കിൽ എനിക്കും നിനക്കും കൊള്ളാം. എല്ലാവരും തിരികെ പോവാനായി ഇറങ്ങുന്നു. 2 ദിവസം എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഈ വീട് ഉണർന്നിരിക്കുകയായിരുന്നു. ഇനി നിങ്ങള് പോയ വീണ്ടും പഴയപടി തന്നെ. എന്തിനാ വിഷമിക്കുന്ന ഡാഡി? ഞാനും തേയും ചെറിയും ഉറപ്പായും കുറച്ചു ദിവസം ഇവിടെ വന്ന് നിന്നിട്ടേ പോവും, അല്ലേ തേയ? അതെ അതെ, ഇനിയിപ്പോ അടുത്ത ആഴ്ച ഇനാഗുറൽ സെറമണിക്ക് നമ്മൾ കാണുമല്ലോ. ശരിയാ. എങ്കിലും നിന്റെ കാല് വയ്യാതിരിക്കുവല്ലോ മോളെ. നീ ഇങ്ങനെ ഇവിടെ നിന്നും പോകുന്നത് ഒരു മനപ്രയാസം. വിഷമിക്കാതെ ആന്റി, ചേച്ചിയുടെ കാല് സ്വെല്ലിങ് കുറഞ്ഞിട്ടുണ്ട്. കൂടിപ്പോയ ഒരു 3 days ചേച്ചി ഓക്കെ ആവും. ജെയ്മി പറഞ്ഞ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, എത്തിയിട്ട് വിളിക്കണം. ജെറിമോനെ, വി വിൽ മിസ് യു. ഐ വിൽ മിസ് യു ടു അപ്പച്ച. ഉമ്മ. അമ്മച്ചിക്കും ഉമ്മ. പപ്പയും മമ്മിയെയും കൂട്ടി ഒരു ദിവസം കൂടി ഇങ്ങോട്ട് വരണം കേട്ടോ. ഉറപ്പായും വരാം അമ്മച്ചി. പെട്ടിയും സാധനങ്ങളെല്ലാം വണ്ടിയിലാക്കിയിട്ടുണ്ട്. അപ്പൊ ശരി അളിയ, പാർട്ടിക്ക് കാണാം. ഓക്കേടാ. പോയിട്ട് വരാവേ. ശരി. പിന്നെ ഇന്നലെ വേദനിപ്പിച്ചെങ്കിൽ സോറി. അത് സാരില്ല, ഇതിടയ്ക്കുള്ളതാണല്ലോ. മമ്മി, ഡാഡി, എങ്കി ശരി, ഇറങ്ങുവാണേ. ബൈ. ബൈ മക്കളെ.
ഇതേ സമയം അടുത്തുള്ള വീട്ടിൽ നിന്നും ഒരാൾ നടക്കുന്ന കാര്യങ്ങൾ വീക്ഷിക്കുകയായിരുന്നു. അയാൾ വേഗം ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. ഹലോ. നമ്മൾ കാത്തിരുന്ന ദിവസം വന്നെത്തി. ഇനി അധിക നാൾ കാത്തിരിക്കണ്ട. പ്രതികാരത്തിനുള്ള സമയം നമുക്ക് വന്നു ചേർന്നിരിക്കുന്നു. പേരോടെ പിഴുതെടുക്കും ഞാൻ ആ കുടുംബത്തെ. ഒറ്റൊരെണ്ണത്തെ പോലും ബാക്കി വെക്കരുത്. തേയാ, നീയും നിന്റെ ജിമിനിച്ചായനും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. വീട്ടില്ല നിങ്ങളെ.